മികച്ച കുട്ടികളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ടാലന്റ് ഹണ്ട് കോമ്പറ്റീഷനിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവരിൽ ഒരാൾ മ്യൂസിഷ്യനാണ്, മറ്റൊരാൾ മാത്തമാറ്റീഷ്യനും, വേറൊരാൾ മജീഷ്യനാണ്, ഇനി ഒരാളാകട്ടെ ഗായകനും. ഈ ടാലന്റ് ഹണ്ട് ഇവിടെ ഓർഗനൈസ് ചെയ്തവർ വൈകാതെ തന്നെ ഇവിടെ എത്തുന്നതാണ്. നിങ്ങൾ ആരാണോ മികച്ച പെർഫോമൻസ് നടത്തുന്നത് അവർക്ക് സ്വന്തമാകും ഈ ട്രോഫി. അപ്പോൾ നമുക്ക് നോക്കാം ഈ 5 പേരിൽ ആരാണ് ഈ ട്രോഫി സ്വന്തമാക്കുക എന്ന്. ഈ രുദ്രന്ത ഇതുവരെ വരാത്തത്? വാ നമുക്ക് അകത്ത് പോവാം. യൂടി ഒന്ന് വേഗം വരണ്ട, കോമ്പറ്റീഷൻ തുടങ്ങാനായി കേട്ടാ. ഞാൻ വന്നോണ്ടിരിക്കല്ലേ. കണ്ട നീ കാരണം എന്റെ പോപ്പോൾ താഴെ പോയി. ട്രോഫി രുദ്രയ്ക്ക് കിട്ടോ? ആരാണ് ഈ രുദ്ര? ശിവയ്ക്ക് മുന്നിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ട്രോഫി എന്തായാലും അവനുള്ളതാ. എന്നിട്ട് നിന്റെ ഈ ശിവൻ എവിടെ പോയി? അവൻ വരാതെ ട്രോഫി കിട്ടുമെന്നാണോ? എല്ലാരും വന്നതിന് ശേഷം ഹീറോ വരികയുള്ളൂ. നീ അങ്ങ് നോക്കിയിരുന്നോ, അവനിപ്പോ എത്തും. ഞങ്ങളുടെ രുദ്രയും ഒരു ഹീറോ തന്നെയാണ്. അവനും ഇപ്പോൾ ഇങ്ങോട്ടെത്തും. നീ മിണ്ടാതിരിക്ക. നീയും മിണ്ടണ്ട. നിങ്ങളിങ്ങനെ രണ്ടുപേരും വഴക്കിടല്ലേ പ്ലീസ്. അയ്യോ എന്തു പറ്റി? പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് സമ്മാനം നൽകാനായി ഞാൻ നിങ്ങളെ ലോഡീസയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. You are the lucky ones in the Lord Isa, the Lord of the Universal തിരഞ്ഞെടുത്തിരിക്കുന്നു. ആരെങ്കിലും രക്ഷിക്കേ. ഇതേതാണ് ഈ കുട്ടികൾ? ഡിസ്ട്രോയ് ദം. ഓക്കേ ബോസ്. കുട്ടികളെ, നിങ്ങൾ എന്തായാലും പെട്ടു. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. എന്റെ പേര് ശിവ എന്നാണ്. അതാണ് എന്റെ ഫ്രണ്ട് ശിവ. എന്ത് നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നേ. എല്ലാരും നേരിടാൻ അവനൊരാൾ മതി. വാവ്, ശിവയുടെ ഫൈറ്റ് കാണാൻ എന്ത് രസമല്ലേ. വേഗം പോ, ഇവിടുന്ന് ഓടിക്കോ. പിള്ളേരെ, നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യാണ്? നിങ്ങൾക്ക് കൊച്ചു കുട്ടികളാണ്. ഞങ്ങളെ നേരിടാൻ മാത്രം നിങ്ങൾ ആയിട്ടില്ല. പിള്ളേരുകളെ നിർത്ത്. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്.
താങ്ക്സ്. വെൽക്കം. അതാണ് എന്റെ കൂട്ടുകാരൻ രുദ്ര. കണ്ടില്ലേ അവന്റെ മാന്ത്രിക ശക്തി? ഇപ്പോൾ അവൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ നിന്റെ ശിവയുടെ കാര്യം അതോടെ തീർന്നേനെ. തിരിച്ചു പോകാം. വിട്രോ, വേഗം തിരികെ വാ. വേഗം തിരികെ വാ. ഓ, അത് ഏലിയൻ ആയിരുന്നു. അത് ഏലിയൻസ് ആയിരുന്നു. കണ്ടില്ലേ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഏലിയൻസ് ഉണ്ടെന്ന്. ഹായ്, ഐ ആം ശിവ. ഹായ്, രുദ്ര ഹിയർ. താങ്ക്സ് രുദ്ര. നീ ഇന്ന് സമയത്തിന് എത്തിയില്ലായിരുന്നെങ്കിൽ ഇവിടെ ആരും രക്ഷപ്പെടില്ലായിരുന്നു. ശിവ ടൈമിന് വന്നില്ലായിരുന്നെങ്കിൽ ആരും രക്ഷപ്പെടില്ലായിരുന്നു. അല്ലേ ആദി? രുദ്ര, ഇതെന്റെ ഫ്രണ്ട്സ് ആണ്. ആദി, യുഡി, രേവ. ഇവര് എന്റെ ഫ്രണ്ട്സ് ആണ്, മര ആൻഡ് വരുൺ. ഡോണ്ട് വരി അങ്കിൾ ആന്റി, ഞങ്ങൾ അവരെ ഉറപ്പായി രക്ഷിക്കും. ശിവ, മുത്തച്ഛനും എവിടെയും കാണുന്നില്ല. എന്താ? അതുപോലെ അപ്പൂപ്പനെയും കാണുന്നില്ല രുദ്ര. നിങ്ങൾ പേടിക്കണ്ട, നമുക്ക് ആദ്യം അവരാരാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ ഏത് പ്ലാനറ്റ് എന്ന് വന്നെന്നും. സ്പേസ്ഷിപ്പ് ക്രിയേറ്റോ. ഇനി അല്പസമയം കൂടെ മതി. ഇവരുടെ എല്ലാ മന്ത്രശക്തികളും അങ്ങയിലേക്ക് എത്തുന്നതായിരിക്കും. അതിനുശേഷം അങ്ങയ്ക്കും മാജിക് ചെയ്യാനാവും. കംപ്ലീറ്റ്, 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 കംപ്ലീറ്റ്. ഇനി നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ എല്ലാ മാജിക് സ്കില്ലും ലോഡീസയുടെ ശരീരത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. എന്റെ ഉള്ളിൽ മാജിക്കിന്റെ പവേഴ്സും വന്നു കഴിഞ്ഞു. മുകളിലേക്ക് പൊങ്ങ്. ഇനി എനിക്ക് ആരെ വേണമെങ്കിലും എന്റെ ഇഷ്ടത്തിന് തുള്ളിക്കാൻ കഴിയും.
മറ്റു മജീഷ്യന്മാരെയും പിടിച്ച് ഞാൻ അവരുടെ ശക്തിയെല്ലാം നേടിയെടുക്കുന്നത് വരെ ഇവരെയെല്ലാം ജയിലിൽ അടച്ചേക്ക്. അവരുടെ ശക്തികളും എനിക്ക് കിട്ടിയാൽ പിന്നെ ഈ ലോകത്ത് എന്നെ വെല്ലാൻ ആരും ഉണ്ടാകില്ല. ഞാൻ പൈററ്റ് ഓഫ് യൂണിവേഴ്സിൽ നിന്ന് ലോർഡ് ഓഫ് യൂണിവേഴ്സായി അറിയപ്പെടും. ശിവയും രുദ്രയും കൊണ്ടുവരാനായില്ല ലോർഡ്. ശിവയുടെ ഫൈറ്റിനെയും രുദ്രയുടെ മാജിക്കിനെയും നേരിടാനുള്ള ശക്തി നമുക്കുണ്ടായില്ല. നിങ്ങൾ ലോർഡ് ഈസിയുടെ സൈനികരാണ്. നിങ്ങളുടെ ശരീരത്തിൽ ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട്. ലോകത്തിലുള്ള എല്ലാവിധ ഫൈറ്റുകളും നിങ്ങൾക്കറിയാം. പിന്നെ എങ്ങനെയാണ് കയ്യും വീശി ഇങ്ങോട്ട് വന്നത്? എനിക്ക് അവരെ വേണം. ചെല്ല്, പോയി കണ്ടെത്ത്, പിടിച്ചുകൊണ്ടുവാ. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ എങ്ങനെ അകത്തേക്ക് കടക്ക? ഇതിന്റെ 4 ഭാഗത്തും ഡ്രോൺസിന്റെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടല്ലോ. ഡ്രോൺസിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് സാധ്യമല്ല കേട്ടാ. ഒരു വഴിയുണ്ട്. സ്മോൾ സൈസ് ക്രിയേറ്റോ. രുദ്ര, നീ ആൾ അടിപൊളിയാണല്ലോ. ശരി, ഇനി എത്രയും പെട്ടെന്ന് ഷിപ്പിന്റെ അകത്തേക്ക് പോവാം നമുക്ക്. കണ്ടില്ലേ, എല്ലാ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ രുദ്രയുടെ കയ്യിലുണ്ട്. അല്ല, ഡ്രോൺ സ്പേസ് ഷിപ്പിനെ ഡിറ്റക്ട് ചെയ്തിരിക്കുകയാണല്ലോ. ശിവ, ഷിപ്പ് ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ഇത്രയധികം ജീവികളോ? ഇത്രയധികം ജീവികളോ? പക്ഷെ ഇത്രയധികം ജീവികളെ ഈ ജീവികളെ എന്തിനാ കെട്ടിവെച്ചിരിക്കുന്നത്? നിന്റെ മാജിക് ബോയ് നമ്മളെല്ലാവരെയും പ്രാണികളെ പോലെ കത്തിച്ചു കളഞ്ഞേനെ. പുക പോലും ബാക്കി ഉണ്ടാവില്ല. അവന് വേറെ മാജിക് ഒന്നും ചെയ്യാൻ അറിയില്ലേ? താങ്ക്സ് ആണ് പറയേണ്ടത്. താങ്ക്സ്. ഇവിടെ വരെ എത്തിയത് ആ മാജിക് കാരണം. താങ്ക്ലെസ് ഗേൾ. എന്റെ അമ്മോ, ഇവളുമാര് വീണ്ടും തുടങ്ങിയോ? താങ്ക്സ് രുദ്ര. ഈ മാജിക് എന്നത് പറയുന്നത് ഒരു അത്ഭുതം തന്നെയാ. താങ്ക്സ് ശിവ. ലെറ്റ്സ് ഗോ. നമ്മൾ ആദ്യം CCTV ഓഫ് ആക്കണം, അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ മൂവ്മെന്റ് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഓൾ CCTV ക്ലോസ്. ഇതെന്തായി സംഭവിക്കുന്നത്? ഇതാരാ ചെയ്തത്? ആരാണ് നമ്മുടെ ഈ ഡ്രോണുകളെല്ലാം ഡിസ്ട്രോയ് ചെയ്തത്? ഈ മുഴുവൻ CCTVയും ഡാമേജ് ചെയ്തത് ആരാണ്? ഇനി എങ്ങാനും ഇന്റർ പ്ലാനറ്റ് പോലീസ് വന്നോ? പോയി ചെക്ക് ചെയ്യൂ. ഞാൻ പോയി കണ്ടുപിടിക്കാം ഇവിടെ എത്ര ആൾക്കാരുണ്ട്, അവരൊക്കെ എവിടെയാണെന്നുള്ളത്. നമ്മളിവിടെ വളരെ സൂക്ഷിച്ചു വേണം പോകാൻ. എവിടെ വെച്ച് വേണമെങ്കിൽ നമ്മൾ പിടിക്കപ്പെട്ടേക്കാം. ശിവയുടെ ടെക്നോളജിയാണ് ഇപ്പൊ നമ്മളെ സഹായിക്കുന്നത്. നിന്റെ മാന്ത്രികനായ കൂട്ടുകാരൻ ഇപ്പൊ പേടിച്ചിരിക്കുകയാണ്. സോറി.
വാച്ച് കുറച്ച് വലുതായിരുന്നെങ്കിൽ എല്ലാം തെളിഞ്ഞു കാണായിരുന്നു. ഇത് ചെറിയ സ്ക്രീൻ ആയതുകൊണ്ട് ഒന്നും കാണുന്നില്ല. big screen creator. Oh no! മാജിക് സ്കൂളിലെ ടീച്ചേഴ്സിനെയൊക്കെ ഇവര് പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇവരെന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അറിയണമെന്നുണ്ടായിരുന്നെങ്കിൽ സ്വയം തന്നെ വരാമായിരുന്നില്ലേ? ഈ പാവം പിടിച്ച റോബർട്ട് ബി എന്തിനാ അയച്ചത്? എന്നാ പിന്നെ വന്നേക്ക്, നമുക്ക് എന്തെങ്കിലും കഴിച്ചും കുടിച്ചും ഇരിക്കാം. അതിനിടയിൽ നമുക്ക് സംസാരിക്കുകയും ചെയ്യാം. കഴിക്കുന്ന സമയത്ത് ഞാന് സെൽഫി എടുക്കുമല്ലോ. ഞാനും ശിവയും മാത്രം അയാളുടെ അടുത്തേക്ക് പോകാം. നിങ്ങൾ എല്ലാവരും ഇവിടെ ഒളിച്ചിരിക്കണം. വെൽക്കം, അകത്തേക്ക് വരൂ. സോറി ശിവ, എനിക്കാണെങ്കിലേ വിശന്നിട്ട് വയ്യ. ഇത്ര നല്ല ആഹാരം കണ്ട ശേഷം എങ്ങനെ എനിക്ക് സമാധാനം വരും? അതുകൊണ്ടാ ഞാൻ ഓടി ഓടി വന്നത്. പിന്നെ എനിക്ക് ഏലിയസിന്റെ ഒപ്പം സെൽഫി എടുക്കണം, അതുകൊണ്ടാ ഞാനും വന്നത്. ലോഡിസ ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് വരുന്നതായിരിക്കും. ഓ ഹലോ കുട്ടികളെ, എന്നാ പിന്നെ അങ്ങ് പരിചയപ്പെടുത്തിക്കോ. ഹലോ സാർ, ഞാൻ യൂഡി. നിങ്ങളുടെ കൂടെ ഞാനൊരു സെൽഫി എടുത്തോട്ടെ? ഇപ്പൊ ഇരിക്കെ, സെൽഫി എടുക്കാനെല്ലാം ഇനിയും ധാരാളം സമയമുണ്ടാകും. ഐ ആം ശിവ, ഇത് രുദ്ര, ഇത് ആദി. നിങ്ങൾ ആരാണെന്ന് പറയൂ. എന്നെ കുറിച്ച് ഇപ്പൊ ഞാൻ സ്വയം തന്നെ എന്തു പറയാനാ? നഗൽ സിംഗ്, എന്റെ ഇൻട്രഡക്ഷൻ കൊടുക്ക. ഇദ്ദേഹമാണ് ലോഡിസ. ഇദ്ദേഹം സ്വയം വിളിക്കുന്നത് ലോർഡ് ഓഫ് യൂണിവേഴ്സ് എന്നാണ്. പക്ഷെ സത്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു കൊള്ളക്കാരനാണ്. ഇദ്ദേഹം എല്ലാ ഗ്രഹങ്ങളിലും ചെന്ന് അവിടുത്തെ പ്രത്യേകതയുള്ള സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോരും. 11 ഗ്രഹങ്ങളിലെ പോലീസും ഇദ്ദേഹത്തിന്റെ പുറകെ തന്നെയാണ്. എന്നാൽ ലോഡിസയെ പിടിക്കുക എന്നത് ബുദ്ധിമുട്ടാണെന്നല്ല, അസാധ്യം തന്നെയാണ്. ഇദ്ദേഹത്തെക്കാൾ മിടുക്കരായ മറ്റൊരു കള്ളനെ കാണാനേ കിട്ടില്ല. നഗൽ സിംഗ്, നീ എന്നെ പ്രശംസിക്കുകയാണോ അതോ അപമാനിക്കുകയാണോ? നിന്റെ ബുദ്ധി എന്താ പുല്ല് തിന്നാൻ പോയോ? ഇനി നീ ഒന്നും മിണ്ടരുത്. ഇനി ഞാനാ പറയുന്നത്. നിങ്ങൾ പൈററ്റ് ആവട്ടെ അല്ലെങ്കിൽ ലോർഡ് ഓഫ് യൂണിവേഴ്സ് ആവട്ടെ, ഞങ്ങൾക്ക് അതിലൊരു കാര്യമില്ല. നിങ്ങൾ ആരൊക്കെയാണ് പിടിച്ചു വെച്ചിരിക്കുന്നത് അവരെ തുറന്നു വിട്. നിങ്ങളുടെ ഉദ്ദേശം എന്താന്ന് പറയൂ. ഞാൻ ഈ മുഴുവൻ ലോകത്തുമുള്ള അമൂല്യ സാധനങ്ങളെയെല്ലാം ശേഖരിച്ച് എന്റെ കളക്ഷനിൽ വെക്കാൻ ആഗ്രഹിക്കുന്നു. അതെന്റെ ഹോബിയാണ്. ഞാനൊരു കള്ളനോ കൊള്ളക്കാരനോ അല്ല, ഒരു കളക്ടറാണ് ഞാൻ. അമൂല്യവും വിചിത്രവുമായ സാധനങ്ങളുടെ കളക്ടർ. എല്ലാ പ്ലാനറ്റുകളിലെയും പോലീസുകാർ എന്റെ പുറകെ തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ലോകത്തിലെ സ്പെഷ്യലി ടാലന്റഡ് ആയിട്ടുള്ള എല്ലാവരെയും പിടിച്ചു കൊണ്ടുവന്ന് അവരുടെ ടാലന്റ് എല്ലാം ഒരു ചിപ്പിൽ ട്രാൻസ്ഫർ ചെയ്ത് എടുത്തിട്ട് ഞാൻ വളർത്തുന്ന ജീവികൾക്കുള്ളിലേക്ക് അത് സ്ഥാപിക്കുന്നു. ആ ചിപ്പ് ആരുടെ ശരീരത്തിൽ ഇരിക്കുന്നുവോ അവർക്ക് ഈ ലോകത്തിലെ എല്ലാ ഭാഷകളും കാര്യങ്ങളും മനസ്സിലാക്കാനാകും. എല്ലാ രീതിയിലുള്ള ഫൈറ്റിംഗ് സ്കില്ലും. അതിനേക്കാളെല്ലാം മുഖ്യമായി അവർ ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കൂ. എന്റെ അടിമകളായിരിക്കും അവർ. എന്നാൽ മാജിക് ലോർഡ് റിസയുടെ കയ്യിൽ മാത്രമേ ഉണ്ടാവൂ. അദ്ദേഹം ചില ആളുകളുടെ മാജിക് സ്വന്തം ഉള്ളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ കുറച്ച് ബാക്കിയുണ്ട്. അതിനുശേഷം ഈ ലോകത്തിൽ എവിടെ വേണമെങ്കിലും അദ്ദേഹത്തിന് മോഷ്ടിക്കാൻ പറ്റും, കൊള്ളയടിക്കാനാകും. ഒരു പോലീസിനും അദ്ദേഹത്തിനെ പിടിക്കാനാവില്ല. അകൽ സിംഗ്, നിന്റെ ബുദ്ധി എന്താ പുല്ല് തിന്നാൻ പോയിരിക്കുകയാണോ? ഇത്രയും നേരമായി എന്നെ കള്ളനെന്ന് വിളിച്ചോണ്ടിരിക്കുന്നു നീ. നിങ്ങൾ കുട്ടികൾ എന്താ വിചാരിച്ചത്? ഇവിടെ അങ്ങ് എളുപ്പത്തിൽ വന്ന് ഞാൻ ബന്ധനസ്ഥരാക്കിയിരിക്കുന്ന ഭൂമിയിലെ ആളുകളെല്ലാം രക്ഷിച്ചുകൊണ്ട് പോകാമെന്നാണോ? ഇനി മുതൽ നിങ്ങളും എന്റെ ബന്ദികളാണ്. കുട്ടിയെന്നെ വിളിക്കരുത് അങ്കിൾ. നീ കൃത്യസമയത്താണ് വന്നിരിക്കുന്നത് റൂക്കാക്ക. ഇല്ലാതാക്കവരെ. ഇവരുടെ രണ്ടുപേരുടെയും കാര്യം പോക്കാണ്. ഇവരെ രക്ഷിക്കാൻ ഇനി ആർക്കും കഴിയില്ല. നല്ല രസമുണ്ട്. ആദ്യമായിട്ടോ ഫൈറ്റ് ചെയ്യുമ്പോ ഇത്ര രസം തോന്നുന്നത്. എന്തൊരു ശക്തിയാണ് എനിക്കുള്ളത്. ഇനി ആ ത്രിമൂർത്തികളുടെ പവർ കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ തടയാൻ ആർക്കുമാവില്ല.
ഇപ്പോൾ സൂക്ഷിച്ചോ. ഇപ്പൊ കണ്ടില്ലേ, രുദ്ര ഇല്ലായിരുന്നെങ്കിൽ നിന്റെ ആ കുംഫു കൂട്ടുകാരൻ വെറും ഒരു ഓർമ്മയായി തീർന്നനെ. ഇപ്പൊ ശിവ ഇല്ലായിരുന്നെങ്കിൽ നിന്റെ മാജിക് ബോയ്ക്ക് ഒരു ട്രാജിക് എൻഡിങ് ഉണ്ടാവായിരുന്നു. നമ്മൾ അവരെ സഹായിക്കുകയാണ് വേണ്ടത്. ഈ സമയത്ത് മാജിക് ആണ് ഉപയോഗപ്പെടുക. കുംഫുവിന്റെ പൊടി പോലും പിന്നെ കാണില്ല. അന്തർ മന്തർ കാലി കലന്തർ. അരുത് അരുത് അരുത്, ഒന്ന് നിക്ക്, ഞാനൊന്ന് ഒളിഞ്ഞോട്ടെ. നിന്നെ പോലെ ഒരു കൂട്ടുകാരി ഉണ്ടെങ്കിൽ പിന്നെ അവർക്കൊരു ശത്രുവിന്റെ ആവശ്യമേ ഉണ്ടാവില്ല. കണ്ടില്ലേ നിന്റെ മാജിക് കാരണം നിന്റെ കൂട്ടുകാരനെ എന്റെ കൂട്ടുകാരുടെ അവസ്ഥ എന്താന്ന്? എന്താ ത്രിമൂർത്തികളുടെ പവർ ട്രാൻസ്ഫർ ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളായോ? വെരി ഗുഡ്. പക്ഷെ ആദ്യം ആ കുട്ടികളുടെ ഭാവിയെ കുറിച്ച് പറയേ. ഇപ്പൊ തന്നെ പറയും ലോഡിസ. ഒരു ഗുഡ് ന്യൂസ് ആണ് ബോസ്. ഈ പാവം കുട്ടികൾ റാക്കുവിന്റെ മുന്നിൽ കൈ കൂപ്പി നിന്ന് കരയാണ് ബോസ്. അതായത് ക്ഷമ ചോദിക്കുന്നത് പോലെ. രണ്ടുപേരെ കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ പിന്നെ മറ്റുള്ളവരും തനിയെ കൺട്രോളിൽ വന്നോളും. ചെല്ല്, അവരുടെ കണക്കെല്ലാം സെറ്റിൽ ചെയ്യാൻ നോക്ക്. ഞാൻ എന്നാൽ ത്രിമൂർത്തികളുടെ അടുത്തേക്ക് ചെല്ലട്ടെ. ആദ്യത്തെ ഈ കൂടിക്കാഴ്ച നല്ലതായിരുന്നു കുട്ടികളെ. നമുക്ക് വീണ്ടും കാണാം. വൈകാതെ തന്നെ. ഇപ്പോൾ എനിക്കൊരു അത്യാവശ്യ കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കണ്ടുമുട്ടുമ്പോൾ ആ കണ്ടുമുട്ടൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഓർത്തു വെക്കും. രുദ്ര, നമുക്ക് എങ്ങനെയെങ്കിലും അയാളെ തടയണം. വരൂ, നമുക്ക് പുറകെ പോകാം. ശിവ, നീ ലോർഡ് റേസയുടെ പുറകെ പോ. ഞാൻ മരയും വരുണയും രക്ഷിച്ചിട്ട് വരാം.
അത് നമ്മുടെ ഫോട്ടോ എടുക്കണേ. നീ വേഗം മുടിയൊക്കെ ശരിയാക്ക്. നമ്മള് ഭൂമിയിൽ ജീവിക്കുന്നവരുടെ ഫോട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ടാവണം. ഏലിയന്റെ കൂടെ ഇല്ലെങ്കിൽ അതിന്റെ ഡ്രോണിന്റെ കൂടെ എങ്കിലും സെൽഫി എടുക്കാലോ. എന്റെ അമ്മ, ഇത് ഭയങ്കര അപകടമായിരുന്നല്ലോ. അതെ, ഇനി ഒരിക്കൽ കൂടി ഫോട്ടോ എടുക്കാൻ വേണ്ടി നീ പോസ് ചെയ്താലുണ്ടല്ലോ, നിന്റെ ഫോട്ടോ വീട്ടിൽ തൂങ്ങി കിടന്നേനെ. വേഗം വരൂ. ഇതൊക്കെ എന്താണ്? ഇവരെ അപ്പുറത്തെങ്ങാനും കൊണ്ടുപോയി തല്ലാൻ നോക്ക്. ഇവരെ ഞാൻ തീർച്ചയായും ഡിറ്റക്ഷൻ റൂമിലേക്ക് അയക്കും. ഇവരെ ഞാൻ എന്തായാലും ഡിറ്റൻഷൻ റൂമിലിടും. മനഃപൂർവ്വമാണ് ഇവരെല്ലാം ഇത് വലിച്ചെറിയുന്നത്. വരൂ വരൂ, എത്രയും പെട്ടെന്ന് എന്റെ കൂടെ വരൂ. ഓ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. നീ ആരാണ്? എന്റെ പേര് ശിവ എന്നാണ്. പിന്നെ രുദ്രയും കൂടെ വന്നിട്ടുണ്ട്. നിങ്ങൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് ഒരുമിച്ച് ലഞ്ച് കഴിച്ചാലോ? എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ആഹാരം കഴിക്കുന്നത് ഇഷ്ടമുള്ള കാര്യമല്ല. എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. ഇവിടെ വന്നപ്പോ മുതൽ വെറും ആക്ഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. ആരും കഴിക്കുന്നതിനെ കുറിച്ച് ഒരു വാക്ക് പോലും പറയുന്നില്ല. ലഞ്ച് കൊണ്ടുവന്ന് സെർവ് ചെയ്യാ. അതുപോലെ റോക്ക് തന്തൂരി. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ ലഞ്ച് കഴിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഈ കല്ലുകൾ കഴിക്കാൻ പറ്റില്ല. പ്ലീസ് ഡോണ്ട് മൈൻഡ്. നിങ്ങളതൊന്ന് കഴിച്ചു നോക്ക്, വളരെ ടേസ്റ്റ് ആണെന്നേ. എനിക്ക് വേണ്ടി സ്പെഷ്യലായി പ്ലാനറ്റ് ഓഫ് റോക്സിൽ നിന്നും വരുത്തുന്നതാണ് ഇതൊക്കെ. ഇതൊന്ന് ടേസ്റ്റ് എങ്കിലും ചെയ്യുന്നേ, ഇല്ലെങ്കിൽ ഞാൻ ആ ആളുകളുടെ ഒപ്പം ലോക്കപ്പിൽ കൊണ്ടുപോയിടും. അവരാരും തന്നെ എന്റെ കൂടെ ലഞ്ച് കഴിക്കാൻ തയ്യാറായിരുന്നില്ല. ഞങ്ങൾക്ക് ഇത് കഴിക്കാൻ പറ്റില്ല. എന്ത്? ഇത് നിങ്ങൾ എന്നെ അപമാനിക്കുന്നതാ, എന്നെ ഇൻസൾട്ട് ചെയ്യാണ്. നീ ആരാണ്? നീയും ഇങ്ങോട്ട് വന്നത് വളരെ നന്നായി.
താങ്ക് യു മോനെ. മുത്തശ്ശ, എനിക്ക് മുത്തശ്ശനെ കണ്ടതിന് ഭയങ്കര സന്തോഷം. ശിവ, നീ ഇങ്ങെത്തിയോ? ഇനി എനിക്ക് ഒരു പേടിയുമില്ല. ഞങ്ങളിവിടെ ആരോടും വഴക്കടിക്കാൻ വന്നതല്ല. ആരൊക്കെയാണോ പിടിച്ചു വച്ചിരിക്കുന്നത് അവരെ തുറന്നു വിട്. തുറന്നു വിടാനോ? നിങ്ങളെ കൊണ്ട് സ്വയം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനാവില്ല. നിങ്ങളുടെ അടുത്ത് മാജിക് ആണുള്ളതെങ്കിൽ ലോഡിസയുടെ പക്കൽ മാജിക് ഉണ്ട്. അതുപോലെ ഇപ്പൊ അദ്ദേഹം ത്രിമൂർത്തികളുടെ മാജിക്കും എടുക്കാൻ പോവുക. അതിനുശേഷമുണ്ടല്ലോ, ആരെ കൊണ്ടും അദ്ദേഹത്തിനെ തടയാനാവില്ല. ഈ ത്രിമൂർത്തി എന്താണ്? സ്വയം കണ്ടുപിടിച്ചോ. ഇന്ന് ആരും ഇവിടുന്ന് രക്ഷപ്പെടില്ല. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. വേഗം മാറ് മുത്തശ്ശ. Zibaiska, Rock Flower Converter. ഇന്നാരും രക്ഷപ്പെടില്ല. തോറ്റുപോയി. ആദ്യമായിട്ടാണ് ഞാൻ തോൽക്കുന്നത്. ഒരു കുട്ടിയുടെ മുമ്പിലാണ് ഞാൻ തോറ്റത്. ഞാൻ ആവേശം മൂത്ത് എല്ലാ പവറും യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല. താങ്ക്സ് രുദ്ര, നീ എന്റെ മുത്തച്ഛനെ രക്ഷിച്ചിരിക്കുന്നു. രുദ്ര, മാഡം കാണുങ്കോ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല രുദ്ര, ശിവ ഞങ്ങളെ എല്ലാം രക്ഷിച്ചു. ഹീസ് എ വെരി ഗുഡ് ഫൈറ്റർ. കണ്ടില്ലേ, ഇപ്പൊ മെജിഷ്യൻസും ശിവയെ പ്രശംസിക്കുകയാണ്. ഇന്ന് നീയോ? ഇപ്പോഴും നിന്റെ വാദം ശരിയാണെന്നാണല്ലോ പറയുന്നത്. നീയും ആടിന്റെ 3 കാലിലും കോഴിയുടെ 1 കാലിലും പിടിച്ചു തന്നെയല്ലേ നിൽക്കുന്നേ. കുംഫും കരാട്ടയും രുദ്രയുടെ മാജിക്കുമായി ഒരിക്കലും മാച്ച് ആവില്ല. ഇപ്പൊ കണ്ടില്ലേ അവൻ റോക്സിനെ എങ്ങനെയാ ഫ്ലവേഴ്സ് ആയി മാറ്റിയതെന്ന്. നീ നിന്റെ കുംഫു ബോയോട് പറയേ അതേപോലെ ചെയ്ത് കാണിക്കാൻ. എന്റെ അമ്മ ഒന്ന് മിണ്ടാതിരിക്കാമോ? ശിവ, ഈ ത്രിമൂർത്തികൾ ആരാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചാ പറ്റൂ. എന്ത് കണ്ടുപിടിക്കുകയാണെങ്കിലും കണ്ടുപിടിച്ചോ. എന്റെ സമയം അവസാനിച്ചു കഴിഞ്ഞു. നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ശക്തികളെയും ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളല്ലാതെ ആവും. ഷകാൽ, മുത്തശ്ശൻ, സർ മജസ്റ്റിക്കോ അവരെല്ലാവരും കെട്ടിയിട്ടിരിക്കുകയാണല്ലോ. ഒരു മിനിറ്റ്, ഒരു സെൽഫി എടുത്തോട്ടെ പ്ലീസ്. ഏലിയൻസിന്റെ കൂടെ സെൽഫി എടുക്കുന്ന എന്റെ ആഗ്രഹം ഒന്ന് പൂർത്തിയാക്കൂ. ഇല്ല, ഇദ്ദേഹത്തിനെയും ഒരുപക്ഷെ നമ്മളോടൊപ്പം പിടിച്ചതായിരിക്കും. ഞങ്ങളെ സർ മജസ്റ്റിക്കോന്റെ പേരും പറഞ്ഞ്, അതുപോലെ സർ മജസ്റ്റിക്കോയും ഷാക്കാലിനെയും ജയസിംഗിനെയും ഞങ്ങളുടെ പേരിലുള്ള ഇൻവിറ്റേഷൻ കൊടുത്താ വിളിച്ചത്. ഞങ്ങൾ ആ കസേരയിൽ ഇരുന്ന ഉടനെ സ്മോക്ക് ഉപയോഗിച്ച് ബോധം വരുത്തി കളഞ്ഞു. അങ്ങനെയായിരിക്കും അവരും പിടിക്കപ്പെട്ടത്. ലോഡേഴ്സ് അവരുടെ പവർ എടുക്കാൻ പോവുകയാണ്. രുദ്ര, ശിവ, എന്തെങ്കിലും ഒന്ന് ചെയ്യണം, അല്ലെങ്കിൽ അനർത്ഥം സംഭവിക്കും. അവരെവിടെയാ ഉള്ളതെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. അവൻ അവരുടെ മാജിക്കൽ പവേഴ്സ് എടുക്കുന്നതിന് മുൻപ് ഞാനും ശിവയും കൂടി പോവാം. ഞങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ചെയ്തോളാം. നിങ്ങൾ മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ നോക്ക്.
വരി രുദ്ര, പുറത്താരും കാണുന്നില്ല. ലോർഡ് എസ, ആ പിള്ളേർ റോക്കോക്കായ നശിപ്പിച്ചു കഴിഞ്ഞു. നീ അപ്പൊ കള്ള ഫ്യൂച്ചർ ആണല്ലേ പറയുന്നത്? യൂസ്ലെസ് ആ നീ, ഒരു ഉപകാരവുമില്ല. ലോഡിസ സാർ പറയുന്നത് 50% ശരിയാണ്. കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു. ആ 50% ക്രെഡിറ്റ് എങ്കിലും തന്നൂടെ? എന്നാ ഇതാ പിടിച്ചോ. അയ്യോ അമ്മേ, അയ്യോ വേണ്ട. നമ്മൾ പവർ ട്രാൻസ്ഫർ ചെയ്യാൻ റെഡിയാണോ? ഇനി ഞാൻ തന്നെ അവരെ നേരിട്ടോളാം. എല്ലാം റെഡിയാണ് സർ. Are you ready? Let's start. ഒരു മിനിറ്റ്, ഫ്യൂച്ചറിയാ, കുട്ടികളുടെ ഫ്യൂച്ചർ പറയേ. അവരെങ്ങാനും ഇവിടെ വരെ എത്തുമെന്നാണോ? ലോഡിസ, നിങ്ങളെ ഫ്യൂച്ചർ തീർത്തും ബ്രൈറ്റ് ആണ്. അതുപോലെ അവരുടെ ഡാർക്കും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ 2 പിള്ളേരെയും കൂടി അക്കലും നക്കലും ഇഴിച്ചൊരു പരുവാക്കിയിട്ടുണ്ട്. പിന്നെ 3 പേരുടെ അങ്ങടെ സ്റ്റാർസും നോക്കുന്നുണ്ട്. ആ ചെറിയ നക്ഷത്രങ്ങളുണ്ടല്ലോ, അതെന്റെ കളക്ഷന്റെ ഭാഗമാണ്. ഇന്ന് അവരെ കൊണ്ട് ഉപകാരമുണ്ടായി. എന്നാൽ നിന്റെ ഭവിഷ്യവാണിയിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഇനി അക്കലും നക്കലും എങ്ങാനും ഫെയിൽ ആവുകയാണെങ്കിൽ അപ്പൊ സ്റ്റാർസിനെ പറഞ്ഞു വിട്ടേക്ക്. അവരൊരിക്കലും തോൽക്കില്ല. ട്രാൻസ്ഫർ ദ പവേഴ്സ്. അതെ മെജീഷ്യ, ധൈര്യമുണ്ടെങ്കിൽ മാജിക് ഇല്ലാതെ പോരാട്. മാജിക്കുമായി പോരാടാൻ ലോഡിസ ഇപ്പൊ എത്തും. കുറച്ചു നേരം കാത്താൽ മതി. രുദ്ര, നീ ഒരു വശത്ത് നീങ്ങി നിൽക്ക്. മാജിക് ഇല്ലാതെ തന്നെ ഇവനെ ഞാൻ ശരിക്കൊരു പാഠം പഠിപ്പിക്കാം. ഇത് ചീറ്റിംഗ് ആണ്. നിങ്ങൾ 2 പേരുണ്ട്, അവൻ ഒരാളും. മാജിക് ഇല്ലാതെ നേരിടുന്ന കാര്യമാണ് പറഞ്ഞത്. എതിരിടാൻ എത്ര പേരുണ്ടെന്നുള്ള കാര്യവും പറഞ്ഞില്ലായിരുന്നു. നിന്റെ മെജിഷ്യൻ ഉണ്ടല്ലോ, അവൻ ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കോ അല്ലെങ്കിൽ ശിവയെ സഹായിക്കോ? എങ്ങനെ സഹായിക്കും? അവന് തല്ല് കിട്ടൂലേ. മാജിക് ഇല്ലെങ്കിൽ അവൻ യൂസ്ലെസ് ആണ്. എന്നാൽ ശിവയ്ക്ക് ഒരു മാജിക്കിന്റെ ആവശ്യവും ഇല്ല. കണ്ടില്ലേ അവൻ എങ്ങനെ ഫൈറ്റ് ചെയ്യുന്നെന്ന്? എല്ലാരും പറയുന്നത് ഒന്നിനേക്കാൾ നല്ലത് 2 രുദ്ര, നിനക്ക് ഇവരോട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. എന്റെ കൈ പിടിച്ചോ കൂട്ടുകാരാ. ഇപ്പൊ നിന്റെ കഴിവുകളെല്ലാം എന്റെ ഉള്ളിലേക്ക് വരും. ശിവ ടാലന്റ് കോപ്പി പേസ്റ്റ്.
കുട്ടികളെ നിങ്ങൾ ഇങ്ങോട്ട് എത്തിയല്ലേ, ഇപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് കിട്ടും. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. രുദ്ര, രുദ്ര എന്നാണ് എന്റെ പേര്. കണ്ടില്ലേ അവൻ ശിവയുടെ ഡയലോഗ് കോപ്പി അടിക്കാന്. ഒരു കോപ്പി അടിക്കാരൻ. എന്തൊരു കിടിലൻ കിക്കായിരുന്നു. You kick and fight. റീബ, നീ കണ്ണ് തുറന്ന് കാണ്. രുദ്രയ്ക്ക് ഫൈറ്റ് ചെയ്യാനും അറിയാം കേട്ടോ. അത്ഭുതം തോന്നുന്നുണ്ടോ? എന്റെ നക്കൽ സിംഗ്, ആ പറയ അക്കൽ സിംഗ്, നമ്മളെ കൊണ്ടിനി ഒന്നിനും കൊള്ളത്തില്ലല്ലോ. നമ്മുടെ കാര്യം തീർന്നു. വരൂ, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോകണം. എത്ര ഭംഗിയുള്ള സ്റ്റാർസ് ആണ് നോക്കിയേ. ഞാൻ വേഗം തന്നെ സെൽഫി എടുക്കാൻ നോക്കട്ടെ. ഏലിയന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ സാധിച്ചില്ലല്ലോ. സൂക്ഷിച്ചോ. വേണ്ട വേണ്ട വേണ്ട, അങ്ങനെയൊന്നും ചെയ്യല്ല. വേണ്ട, പറഞ്ഞ കേക്ക് വേണ്ട. അയ്യോ, അവസാനം മാജിക് തന്നെ വേണ്ടി വന്നു. എന്നാലും ചിലരത് മനസ്സിലാക്കുകയില്ല. മനസ്സിലാക്കിക്കാൻ നിനക്ക് പിന്നെ നന്നായിട്ട് അറിയാലോ. പക്ഷേ ഇപ്പൊ സമയമില്ല. ഫൈൻ മുത്തശ്ശൻ. ഫോളോ മീ. റീബ, നടന്നങ്ങ് വന്നേക്കണേ. അത് പിന്നെ എന്താന്നറിയോ, നിനക്ക് ലിഫ്റ്റ് തരാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. നിന്നെ പോലെയുള്ളവളുടെ അടുത്തുനിന്ന് എനിക്ക് ലിഫ്റ്റ് ആവശ്യമില്ല. യു അഹങ്കാരി.
Too late, Rudra. Shiva, too late. ഞാൻ ഈ മഹാനായ മാന്ത്രികന്മാരുടെ പവേഴ്സും എടുത്തു കഴിഞ്ഞു. ഇനി ഞാൻ അജയനാണ്. ഇതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ടെല്ലിംഗ് സ്റ്റാർ. നിന്റെ ഫ്യൂച്ചർ ടെല്ലർ ഡിവൈസ് നശിപ്പിച്ചേക്ക്. ഇത്ര വലിയ ശക്തി നമുക്ക് മാത്രം നേരിടാൻ കഴിയില്ല. മുത്തശ്ശന് കുഴപ്പമൊന്നുമില്ലല്ലോ? രുദ്ര, കുഴപ്പമൊന്നുമില്ല മോനെ. നീ വരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. മുത്തശ്ശ, എല്ലാം ശരിയാകും. ആദ്യം നമുക്ക് ഇവിടുന്ന് പോകാം. അവന്റെ കാര്യം ഞാൻ പിന്നെ നോക്കിക്കോളാം. വരൂ. ഞാൻ മാജിക് ആണ്. ഞാനാണ് മായാജാലം. മാജിക് ഇല്ലാതായപ്പോ പേടിച്ചു പോയി ശാക്ക. മാഡം കനുങ്കോ, വേഗം പുറകെ വരൂ. ഞങ്ങളെ കൂടി കൊണ്ടുപോകും പ്ലീസ്. ഞങ്ങൾക്ക് അവരുടെ കൂടെ ജീവിക്കണ്ട. ഞങ്ങളും ലോർഡ് എർസിയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് എങ്ങോട്ട് പോകാനാണ്? ഞാനിപ്പോൾ വെറും യൂണിവേഴ്സിന്റെ പൈറേറ്റ് അല്ല, ഞാനിപ്പോൾ ലോർഡ് ഓഫ് ദ യൂണിവേഴ്സ് ആണ്. ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാനാകില്ല. രുദ്രയുടെ പ്രായത്തെയും പിന്നെ രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ശിവ, നീ ഒന്ന് മാറി നിൽക്കാം. ഇത് മാജിക്കൽ ഫൈറ്റ് ആണ്. ആകെ ഇത്ര മാജിക്കേ ഉള്ളൂ. ഇതിനാണ് ഇത്ര അഹങ്കാരം കാണിക്കുന്നേ. മര്യാദയ്ക്ക് പൊരുതാൻ പോലും പറ്റുന്നില്ല. നിനക്ക് നിന്റെ ഈ ലൗഡ് സ്പീക്കർ കുറച്ചു നേരത്തെങ്കിലും ഒന്ന് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റോ? കഴിവില്ല, ഒരു കാര്യവും ചെയ്യില്ല. വായിൽ നാക്കിലാണെങ്കിലോ കുറവില്ല. നിന്നെ കൊണ്ടാണ് ഒരു ഗുണവും ഇല്ലാത്തത്. നിന്നെയാ കൊള്ളില്ലാത്തത്. നിന്നെ കൊണ്ട് രുദ്ര, അവന് ഒരുപാട് മാജിക്കാരുടെ പവേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ച് നിന്റെ മുത്തശ്ശന്റെ പവറും. അവനെ എതിരിടാനായിട്ട്, അതായത് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാൽ അവനെ തോൽപ്പിക്കാനാവില്ലേ? കുറച്ചേരം മുമ്പ് നീ ഇത് പറഞ്ഞാണ് റോക്കിനോട് ഫൈറ്റ് ചെയ്തത്. ഗുഡ് ഐഡിയ. കൈ പിടിക്കൂ കൂട്ടുകാരാ. രുദ്ര പവർ കോപ്പി പേസ്റ്റോ. അതെ ശിവ, നീ മുൻപൊന്നും മാറി നിൽക്കാൻ നോക്ക്. നീ വെറുതെ ആവശ്യമില്ലാതെ ഇതിനിടയിൽപ്പെട്ട് അരഞ്ഞു പോവേണ്ട. ശിവയുടെ പ്രായത്തിലും ശിവയുടെ മാജിക്കിലും ഒരിക്കലും നീ സംശയിക്കരുത്. എന്ത്? ഇപ്പൊ രുദ്രയെ കോപ്പി ചെയ്യുകയല്ലേ? കോപ്പി കാറ്റ്. ലൗഡ് സ്പീക്കർ ഇനി എന്താ പറയുന്നത്? ശിവ ഇല്ലെങ്കിൽ പിന്നെ രുദ്രവൊന്നുമല്ല. ലൗഡ് സ്പീക്കർ നീയാണ്. ലൗഡ് സ്പീക്കർ. ലൗഡ് സ്പീക്കർ നീയാണ്. നീ അഹങ്കാരിയാ. നീയാണ് അഹങ്കാരി. നീയാണ് അഹങ്കാരി. നീയാണ് അഹങ്കാരി. നീയാണ് ചാറ്റർ ബോക്സ്. ശിവ, അവൻ നിലത്ത് നിൽക്കുമ്പോ അവന്റെ മേൽ നമ്മുടെ മാജിക് വർക്കൗട്ട് ആവുന്നില്ല. അവരെ വായുവിൽ വെച്ച് നശിപ്പിക്കണം. അവരെ വായുവിൽ ഉയർത്തിപ്പിടിക്കാം.
നമ്മൾ അവരെ സഹായിച്ചേ പറ്റൂ. അന്തർ മന്തർ കാലികൾ അന്തർ ഛൂ! നിന്റെ മാജിക്കിന് പ്രത്യേകിച്ച് ഡിമാൻഡ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. യു ഗുഡ് ഫോർ നത്തിങ്. ഞാൻ കുറച്ചെങ്കിലും ചെയ്യുന്നില്ലേ? നീ എന്താ ചെയ്യുന്നേ? ലൗഡ് മൗത്ത് കുറച്ച് വാചകം അടിക്കുന്നല്ലാതെ ഗുഡ് ഫോർ നത്തിങ്. യു ഗുഡ് ഫോർ നത്തിങ്. യു ഗുഡ് ഫോർ നത്തിങ്. യു ഗുഡ് ഫോർ നത്തിങ്. യു ഗുഡ് ഫോർ നത്തിങ്. എന്നെ തള്ളിടാൻ പാകത്തിന് നിനക്ക് ധൈര്യമോ? ധൈര്യമല്ല, ആ താഴെ വീണ പാറക്കല്ലിൽ നിന്ന് നിന്നെ രക്ഷിച്ചതാ. ഓ താങ്ക്സ്. മൈര മാറിക്കോ. അപ്പൊ നമ്മൾ എവിടെയാണ് നിർത്തിയത്? നീ അത്ര മോശക്കാരിയൊന്നുമല്ല. നീയും അത്ര മോശക്കാരിയല്ല. ഞാനാണ് മോശം. ഞാനാ മോശം. നീ നല്ലവള. നീ നല്ലവളാ. ഞാനാ മോശം. അല്ലെന്നേ ഞാനാ മോശം. നീ നല്ലവളാ. ഫ്രണ്ട്സ്. ഭാഗ്യം, ഒരു വഴക്കെങ്കിലും തീർന്നല്ലോ. ഇനി രണ്ടാമത്തേതെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യാം. അവൻ ഒറ്റയ്ക്കല്ല, ഒരുപാട് പേരുണ്ട്. നമുക്ക് കുറെ ഹെൽപ്പ് ആവശ്യമുണ്ട്. ഹെൽപ്പ് വരുന്നുണ്ട്. മൾട്ടിപ്പിൾ ഇമേജ് ക്രിയേറ്റോ. ഇത്രയധികമോ? ഒറിജിനൽ ഏതാണ്? മുന്നോട്ട് വാ, മുന്നോട്ട് വരാൻ. ഞാനാണ് ഒറിജിനൽ. ഞാനാണ് ശരിക്കുള്ളത്. അല്ല, ഞാനാ ശരിക്കുള്ളത്. എന്റെ ഏലിയൻ സെക്യൂരിറ്റി ഗാർഡ്സ്, നിങ്ങളെല്ലാം എവിടെയാണ്? ഹെൽപ്പ് ചെയ്യേ, ഹെൽപ്പ് ചെയ്യേ. Attack! നിങ്ങളെല്ലാം മാറി നിൽക്ക്, ഇവരെ ഞാൻ നോക്കിക്കൊള്ളാം. എന്താ ഇദ്ദേഹത്തിന് കുങ്ഫും കരാട്ടെ എല്ലാം അറിയോ? അദ്ദേഹത്തിന്റെ അടുത്ത് അതിനേക്കാളും ഭയങ്കര അപകടം പിടിച്ച ആയതുകൊണ്ട് കേട്ടോ. രുദ്ര, ശിവ, പിക്ചർ ഇനിയും തീർന്നിട്ടില്ല.
ശിവ, അയാൾ ത്രിമൂർത്തികളുടെ പവറിനെ മൊത്തമായി ഉപയോഗിക്കാൻ പോവാണ്. അപ്പൊ നമുക്കും നമ്മുടെ പവർ ഒരുപാട് ഉപയോഗിക്കേണ്ടി വരും. ഇനി അവന്റെ പവർ നഷ്ടപ്പെടുന്നവരെ എനിക്ക് എന്റെ പവർ അനക്കാൻ പറ്റില്ല. മുത്തശ്ശന്റെ പവറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ലോർഡ് റിസയിൽ നിന്ന് എല്ലാ പവറും തിരികെ എടുത്ത് എല്ലാവർക്കും തിരിച്ചു കൊടുക്കാമായിരുന്നു. രുദ്ര, നീ എന്നെ ആവശ്യപ്പെടുന്ന സമയത്ത് എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? മുത്തശ്ശ, പക്ഷെ മുത്തശ്ശന്റെ പവേഴ്സ് ജയസിംഗിന് മാത്രമേ ആ ശക്തി എങ്ങനെയാണെന്നറിയുള്ളൂ. തന്റെ ശരീരത്തിൽ പവറുകളുടെ ഒരു ചെറിയ റിസർവ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതുപോലുള്ള സിറ്റുവേഷൻസിന് വേണ്ടിയാണത്. തന്റെ കഴിവുകളെ ഒരാൾ പറ്റിച്ച് നേടിയെടുക്കുമ്പോൾ ആ റിസർവ് ചെയ്തു വെച്ചിരിക്കുന്ന പവർ ഉപയോഗിക്കാനാവും. ഇപ്പോൾ എല്ലാവരുടെയും പവേഴ്സ് പ്രയോഗിക്കാനുള്ള സമയമാണ്. രുദ്ര, ശിവ, അവനെ മുകളിൽ തന്നെ നിർത്ത്. അവൻ താഴെ നിന്നാൽ അവന്റെ മേൽ പവറുകൾ പ്രയോഗിച്ചിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല. Ibaiska, all power return. Boom, chick, chick, boom. Boom, chick, chick, boom. അരുത്! No! അരുത്! എന്റെ പവറുകളെല്ലാം ഇങ്ങനെ തിരിച്ചെടുക്കല്ലേ. വളരെ മികച്ച ഷോ രുദ്ര ശിവ. ഇന്റർ പ്ലാനറ്റ് പോലീസിനെ ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞു. അവരിപ്പോ തന്നെ വരും. അക്കൽ സിംഗ് ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരോട് ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. ഞങ്ങൾ ഇവരെ പിടിക്കാനായി എത്ര നാളായി നടക്കുന്നറിയോ. പക്ഷെ ഇവർ ഓരോ പ്രാവശ്യം രക്ഷപ്പെടുകയായിരുന്നു. കഠിനമായ ശിക്ഷയാണ് ഇനി ഇവന് ലഭിക്കാൻ പോകുന്നത്. ഇവർ ഇനി ഒരിക്കലും സ്വതന്ത്രമായി നടക്കാൻ പോകുന്നില്ല. Come on, move. ഒരു മിനിറ്റ്. ഓ, ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ. അല്ലെങ്കിൽ ഏലിയൻസിന്റെ കൂടെ ഫോട്ടോ എടുക്കാനുള്ള എന്റെ ആഗ്രഹം മുഴുവനാവില്ല. താങ്ക് യു ശിവരുദ്ര. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. താങ്ക് യു ശിവരുദ്ര. നിങ്ങൾ രണ്ടുപേരും ഇന്ന് വളരെ ധീരമായാണ് പെരുമാറിയത്. ഞാനൊരു മാജിക് ആണ്. ഞാനാണ് മായാജാൽ. പേടിക്കൂ എന്നെ, ഞാനാണ് ഷാക്കാൽ. ഞാനൊരു മാജിക് ആണ്. ഞാനാണ് മായാജാൽ. പേടിക്കൂ എന്നെ, ഞാനാണ് ഷാക്കാൽ. ഇത് പറയുമ്പോ നല്ല സുഖം തോന്നുന്നുണ്ട്. അവന്റെ മുന്നിൽ വെച്ച് ഒന്നും തന്നെ പറയാനേ ആയില്ല. താങ്ക് യു ശിവരുദ്ര. ശിവ, നീ ഇല്ലായിരുന്നെങ്കിൽ നമുക്കൊരിക്കലും ലോഡിസിയെ തോൽപ്പിക്കാൻ കഴിയില്ലായിരുന്നു. താങ്ക് യു. അല്ല, രുദ്ര ഇല്ലായിരുന്നെങ്കിൽ ഇതിൽ ജയിക്കാനാവില്ലായിരുന്നു. ശിവയാണ് ചെയ്തത്. രുദ്രയാണ് ചെയ്തത്. ശിവയാ ചെയ്തത്. രുദ്രയാണ് ചെയ്തത്. ശിവ, ശിവ, രുദ്ര, ശിവ, രുദ്ര. ഇവര് രണ്ടുപേരും ഒരിക്കലും നന്നാവൂല.